എല്ലാവർക്കും എഫ് റോക്ക് സ്റ്റോറി എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം, വിനോദത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക. കാർലോസ് ആ കുറുക്കുവഴികളിലൂടെ കാറോടിച്ചു ചെന്നെത്തിയത് ഒരു സെമിത്തേരിയുടെ അടുത്ത്. പെട്ടെന്ന് അയാൾ ആശ്ചര്യത്തോടെ അവിടേക്ക് നോക്കി. കാർലോസ് അതിശയിച്ചു. ഇത് നേരത്തെ വരുമ്പോൾ കണ്ട സ്ഥലവും വഴിയുമല്ലേ? അതെ, ആ സെമിത്തേരിയുള്ള സ്ഥലം. കാർലോസിന്റെ സ്വരം ഓർത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. ഇതെന്ത് കഥ? ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി. അയാൾ കാറിന്റെ സ്റ്റയറിങ്ങിൽ മുഷ്ടിയടിച്ച് രോഷം പ്രകടിപ്പിച്ചു. കാർലോസ് ആ കുറുക്കുവയിൽ നിന്നും കാറുമായി വന്നു കയറിയത് നേരത്തെ യാത്ര ചെയ്ത അതേ പാതയിൽ. അപ്പോഴും ആ സെമിത്തേരിക്കകത്തു നിന്നും വെള്ള നിറത്തിൽ പുകപടലം ആകാശത്തിൽ ഉയർന്നുകൊണ്ടിരുന്നു. സൂസന് നേരെ കൂർത്ത കൊമ്പല്ലുകൾ കാട്ടി മുന്നോട്ട് വരികയാണ് ആ സത്വം. ഒരു വിരൂപിയുടെ രൂപത്തിൽ. അളിഞ്ഞ ശരീരത്തിൽ നിന്നും മാംസത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന സ്രവം തറയിൽ ഉറ്റിയുറ്റി വീഴുന്നത് സൂസൻ അടക്കി പിടിച്ച ഭയത്തിനിടയിൽ കണ്ടു. അത് സൂസന് നേർക്ക് ഇഴഞ്ഞു നീങ്ങുമ്പോൾ അവർ മെല്ലെ മെല്ലെ പിന്നിലോട്ട് കാലുകൾ വേവച്ചു. അവസാനം സൂസൻ പുറത്തേക്കുള്ള ബംഗ്ലാവിൻ്റെ കവാടത്തിനരികിൽ എത്തി. അപ്പോഴേക്കും ക്രോധവിരൂപി സൂസന് ഒരടി മുന്നിൽ എത്തിയിരുന്നു. സൂസൻ പേടിച്ച് വിരണ്ട് രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്ന് പുറത്തേക്കോടി. അപ്പോഴാണ് പുറത്ത് വേറെയും അലഞ്ഞു തിരിയുന്ന വികൃത വിരൂപ മനുഷ്യരൂപങ്ങൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ കരങ്ങളിൽ പിടിയമരുന്നതിനു മുമ്പ് സൂസൻ പാതയിലേക്ക് നിലവിളിച്ചുകൊണ്ടോടി. സൈറൻ മുഴക്കി ബംഗ്ലാവിന് മുന്നിൽ പോലീസ് ജീപ്പ് കുതിച്ചു വന്നു. ജീപ്പിൽ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തിറങ്ങി. നേരത്തെ സൂസൻ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിയതാണ് പോലീസ്. അയാൾ കയ്യിലുള്ള തോക്ക് പുറത്തെടുത്തു. പതുക്കെ ബംഗ്ലാവിനടുത്തേക്ക് ചുവടുകൾ വെച്ചു. മലർക്കെ തുറന്നിട്ട മുൻവശത്തെ വാതിലിനടുത്ത് പോലീസ് എത്തി. അപ്പോഴാണ് ബംഗ്ലാവിൻ്റെ നടുത്തളത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴഞ്ഞു നടക്കുന്ന വിരൂപിയും വിരൂപനുമായ ഒന്നിലധികം ക്രോധ മനുഷ്യരൂപങ്ങളെ പോലീസ് കണ്ടത്. പോലീസുകാരനെ ആ കാഴ്ച വല്ലാതെ ഞെട്ടിച്ചു. തന്നെ വിളിച്ച സ്ത്രീ എവിടെ? അവർക്ക് വല്ല അപകടവും പിണഞ്ഞോ? പോലീസുകാരൻ ഓർത്തു. വിരൂപരായ ആ സത്വങ്ങൾക്കെതിരെ പോലീസ് തോക്കു ചൂണ്ടി. അത് കണ്ട ആ പിശാചുക്കളെല്ലാം അയാൾക്കു നേരെ ലക്ഷ്യം വെച്ചു. അത് ഓരോന്നായി പോലീസിനു നേർക്ക് മെല്ലെ മെല്ലെ രക്തം തുളുമ്പുന്ന നാവുകൾ നുണഞ്ഞുകൊണ്ട് കൊമ്പല്ലുകൾ പുറത്തേക്ക് നീട്ടി അടുത്തു വരികയാണ്. പോലീസ് അത് കണ്ട് ഒന്ന് പതറി. പോലീസിൻ്റെ കാലുകൾ
അതിൻ്റെ വരവ് കണ്ട് കുഴഞ്ഞു. എങ്കിലും അയാൾ ആത്മധൈര്യം സംഭരിച്ചു. തൻ്റെ നേരെ ഒരു വാരം അടുത്തെത്താറായപ്പോൾ പോലീസുകാരൻ തൻ്റെ കയ്യിലെ തോക്കെടുത്ത് അവറ്റകൾക്ക് നേരെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഉഗ്രശബ്ദത്താൽ തുരതുര വെടിപൊട്ടി. അത് ആ ഭീകര സ്വത്തങ്ങളുടെ നെഞ്ച് പിളർത്തി തുളച്ചു കയറി. അളിഞ്ഞ മാംസപിണ്ഡങ്ങൾ ചിതറിത്തെറിച്ച് ഭിത്തിയിലും തറയിലും വീണു. അളിഞ്ഞ മാംസപിണ്ഡത്തോടൊപ്പമുള്ള രക്തത്തുള്ളികൾ അവിടമാകെ ചുവപ്പിച്ചു. തനിക്ക് നേരെ കടിച്ചു കീറാൻ വന്ന മുന്നിലുള്ള സത്വങ്ങളെയെല്ലാം പോലീസ് വെടിവെച്ചു വീഴ്ത്തി. പക്ഷേ ഞൊടിയിടയിൽ നിന്നാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ആക്രമണം അത് സംഭവിച്ചത്. പോലീസിൻ്റെ തൊട്ടു പിന്നിൽ നിന്നും ഒരു വിരൂപ ഭീകര സ്വത്വം അയാളുടെ നേർക്ക് വന്ന് കഴുത്തിൽ കൂർത്ത കൊമ്പല്ലുകൾ കൊണ്ട് ആഴത്തിൽ മൃഗീയമായി കടിച്ചത്. ആ വെപ്രാളത്തിൽ പോലീസുകാരൻ്റെ കയ്യിൽ നിന്നും തോക്ക് നിലത്ത് വീണു. പിന്നെ അതെടുക്കാൻ അയാൾക്ക് സാധിച്ചില്ല. കടിയുടെ വേദനയിൽ അയാൾ നിലത്ത് വീണു. കാലുകൾ പിടഞ്ഞു. അപ്പോഴും ആ ഭീകര വിരൂപ സ്വത്വം പോലീസുകാരൻ്റെ പെടലിയിൽ നിന്നും കടിവിട്ടില്ല. പ്രവഹിച്ചു വരുന്ന രക്തം ആ ഭീകര സ്വത്വം ഊറ്റി കുടിക്കുന്നുണ്ടായിരുന്നു. പഴയ സെമിത്തേരിയുടെ പാതയോരത്ത് കാർലോസ് വെപ്രാളത്തോടെ കാർ മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചു. കുറച്ചു മുമ്പേ ഇതേ സ്ഥലത്ത് വെച്ചുണ്ടായ അനുഭവം അയാളെ അലട്ടി. എന്തോ നിഗൂഢതയുള്ള ഇടപാടതെന്ന് കാർലോസ് തിരിച്ചറിഞ്ഞു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും സ്ഥലം കാലിയാക്കണം. ഈ സ്ഥലം എന്തോ പന്തികേട് തോന്നുന്നു. അയാൾക്ക് ആ സ്ഥലത്തെക്കുറിച്ച് എന്തോ അങ്ങനെ തോന്നി. കാർലോസ് പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല. നേരത്തെ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചു. എവിടെ വരെ എത്തും എന്ന് യാതൊരു നിശ്ചയവും ഇല്ല. വണ്ടിയിൽ ഇന്ധനം കുറവാണ്. എങ്കിലും എത്തുന്നിടം വരെ പോകാം. എന്നാലും ഈ സ്ഥലത്തു നിന്നും വേഗം രക്ഷപ്പെടണം. അയാൾ അതും ചിന്തിച്ച് കാർ സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ പുറപ്പെട്ട ആ ചെക്ക് പോസ്റ്റ് ലക്ഷ്യം വെച്ച് കാർലോസ് വാഹനം തിരിച്ചുവിട്ടു. വിജനമായ കാട്ടുപാതയിൽ കൂടി അയാളുടെ കാർ കുതിച്ചു പാഞ്ഞു. ഡ്രൈവിങ്ങിനിടയിൽ കാർലോസ് കാറിൻ്റെ ഉള്ളിലെ മുൻവശത്തുള്ള മിററിലേക്ക് വെറുതെയൊന്ന് നോക്കി. അങ്ങനെ നോക്കിയപ്പോഴാണ് അയാളെ നടുക്കിയ ആ ഭീതിജനകമായ കാഴ്ച കാണുന്നത്. കാറിൻ്റെ പിൻ സീറ്റിൽ കുറച്ചു മുമ്പ് തനിക്ക് വഴി കാണിച്ചു തന്ന ചുക്കിച്ചുളിഞ്ഞ ആ വൃദ്ധൻ ഇരിക്കുന്നു. കാർലോസിന് സത്യത്തിൽ വല്ലാത്ത ഭയം ഇരിച്ചു കയറി. അയാൾക്ക് താൻ ലിഫ്റ്റ് കൊടുത്തിരുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ ഇദ്ദേഹം കാറിനകത്തു വന്നു? എന്തോ മൊത്തം ഒരു കൺഫ്യൂഷൻ. കാർലോസിനെന്തോ തൻ്റെ തല പെരുക്കുന്നത് പോലെ തോന്നി. അടിവയറ്റിൽ നിന്നും വല്ലാത്ത ഒരു കാളൽ. ഇതുവരെ പേടിയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഭയം കാർന്ന് തിന്നാൻ തുടങ്ങിയ പോലെ.
ഓടുന്ന വണ്ടി നിർത്താനും കാർലോസ് ശങ്കിച്ചു. കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കെ കാർലോസ് മിററിലൂടെ ആ വൃദ്ധനെ ശ്രദ്ധിച്ചു. മോണ പുറത്തു കാട്ടാതെ വൃദ്ധൻ പിൻസീറ്റിൽ മൗനമായി ഇരിക്കുന്നു. ഭയവും വെപ്രാളവും ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അയാൾ ബെല്ലും ബ്രേക്കുമില്ലാതെ തൻ്റെ വാഹനം നിയന്ത്രിതമില്ലാതെ പറപ്പിച്ചു. ഡ്രൈവിങ്ങിനിടയിൽ പിന്നെ അയാൾ പിൻസീറ്റിലേക്ക് നോക്കിയതേയില്ല. കുറേ ദൂരം അങ്ങനെ കാർലോസ് കാറോടിച്ചു. ഇരുട്ടണഞ്ഞ ആ പാതയിൽ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം പ്രകാശം പരത്തിയതൊഴിച്ചാൽ മറ്റൊന്നും കാണാനില്ല. ആ വീഥികളിൽ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാനില്ല. എങ്ങും ഒരു ശ്മശാന മൂകത. പാതയുടെ ഓരത്തെ കുറ്റിക്കാടുകളിൽ നിന്നും ചീവീടുകൾ നിർത്താതെ ചിലമ്പുന്ന ശബ്ദം കാതുകളെ അസ്വസ്ഥമാക്കി. എങ്ങും അശാന്തി പടർന്ന അന്തരീക്ഷം. കാർലോസ് ആ യാത്ര തുടരുന്നതിനിടയിൽ ദൂരെയകലെ ആ പാതയുടെ 4-5 മൈൽ അകലെ വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ പാതയുടെ ഓരത്ത് നിൽക്കുന്നതായി കണ്ടു. ഉള്ളിൽ ചെറിയൊരു ആശ്വാസത്തിൻ്റെ കണികകൾ അയാളിൽ അനുഭവപ്പെട്ടെങ്കിലും കാർലോസ് കാറിൻ്റെ വേഗത കുറച്ചു. അപ്പോഴാണ് ഹെഡ്ലൈറ്റിൻ്റെ വെട്ടത്തിൽ പാതയോരത്തെ ആളെ ഒരു വാരം അകലെ വെച്ച് തിരിച്ചറിയാനായത്. കാർലോസിൻ്റെ ഉള്ളിൽ അമ്പരപ്പ് നിയന്ത്രിതമില്ലാത്ത വിധം പടർന്നു. അയാൾ കാറിനുള്ളിലെ മിററിലേക്ക് വേഗം നോക്കി. കാർലോസ് അന്താളിച്ചു പോയി. പിൻസീറ്റിൽ അല്പം മുമ്പ് കണ്ട ആ വൃദ്ധനെ കാണാനില്ല. പിന്നെ കാർലോസിന് കിളി പറന്നതുപോലെ തോന്നി. അല്പം മുമ്പ് തൻ്റെ കാറിനുള്ളിൽ പിൻസീറ്റിലുണ്ടായിരുന്ന ആ വൃദ്ധൻ ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ പാതയോരത്ത് നിൽക്കുന്നു. ഇതെന്ത് മായ! പെട്ടെന്ന് കാർലോസിന് ഭീതി ആളിക്കത്തി. പെട്ടെന്ന് ഡ്രൈവിങ്ങിനിടയിൽ അയാളുടെ കാറിൻ്റെ നിയന്ത്രണം വിട്ടു. അയാൾ കാർ പാതയോരത്തെ ഒരു പടുകുറ്റൻ മരത്തിലേക്ക് വലിയ ശബ്ദത്തോടെ കൊണ്ടുവന്നിടിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ കാർ മലക്കം മറിഞ്ഞു. കാറിൻ്റെ ഗ്ലാസും മുൻവശവും ഭാഗികമായി തകർന്നു. മുൻവശത്തെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കാർലോസ് പരിക്കുകളോടെ മെല്ലെ കാറിൻ്റെ തകർന്നു വീണ ഡോറിനിടയിലൂടെ വലിഞ്ഞുകൊണ്ട് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. നെറ്റിയിലും കാലിലും ശരീരത്തിൽ ചിലയിടത്തെല്ലാം മുറിവുകളുമായി അയാൾ മെല്ലെ മെല്ലെ അകപ്പെട്ടുപോയ കാറിനുള്ളിൽ നിന്നും പുറത്തേക്ക് കടന്നു. രക്തം ഒരുപാട് നിലത്ത് തളം കെട്ടി. നല്ല വേദനയ്ക്കിടയിലും അയാൾ പതുക്കെ നിലത്തു നിന്നും എഴുന്നേറ്റ് പാതയിലേക്ക് കാലുകൾ വേവച്ചു. ചെക്ക് പോസ്റ്റിലേക്ക് ഇനി അധിക ദൂരമൊന്നുമില്ല. ഈ വഴിക്ക് ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ കാർലോസ് പ്രയാസത്തോടെ പ്രത്യാശിച്ചു. അതിനിടയിലാണ് കാർലോസിൻ്റെ കണ്ണുകളിൽ അത് പതിഞ്ഞത്. തൻ്റെ അപകടത്തിൽപ്പെട്ട കാറിനടുത്ത് പാതയുടെ ഓരത്ത് വെള്ള വസ്ത്രം ധരിച്ചു നിന്ന ആ വൃദ്ധൻ, അയാൾ എന്തോ നിലത്ത് കുനിഞ്ഞിരിക്കുകയാണ്. അത് അസ്വാഭാവികമായി കാർലോസിന് തോന്നി. കാർലോസ് ആ വൃദ്ധൻ എന്താണ് ചെയ്യുന്നതെന്ന് പതുങ്ങിയിരുന്ന് നോക്കി. പൈശാചികമായ ആ കാഴ്ച കണ്ട് കാർലോസ് പേടിച്ചരണ്ടുപോയി. അപകടം നടന്ന
കാറിനടുത്തു നിന്നും തൻ്റെ ശരീരത്തിലെ മുറിവിൽ നിന്നും നിലത്ത് ഉതിർന്നു വീണ രക്തത്തുള്ളികൾ ആ വൃദ്ധൻ നാവുകൾ കൊണ്ട് അത്യാർത്തിയോടെ നുണയുകയാണ്. അതിനിടയിൽ നിന്നും പുറത്തേക്ക് തുറിച്ചുന്തിയ കൊമ്പല്ലുകൾക്കിടയിൽ നിന്നും രക്തം പുറത്തേക്ക് തുളുമ്പുന്ന ഭീകരമായ കാഴ്ച. കാർലോസിൻ്റെ കാലുകൾ അത് കണ്ട് കുഴഞ്ഞുപോയി. അയാൾ വേഗം അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിൽ പാതയിലൂടെ മുന്നോട്ട് നടന്നു. അയാളുടെ നീക്കം തിരിച്ചറിഞ്ഞ ആ അസാധാരണ വൃദ്ധൻ മുന്നോട്ടു നീങ്ങുന്ന കാർലോസിനെ മെല്ലെ തല ഉയർത്തിയൊന്ന് നോക്കി. എന്തോ വിരൂപ വൃദ്ധൻ്റെ നോട്ടം കാർലോസ് ശ്രദ്ധിച്ചു. അപ്പോഴാണ് വൃദ്ധൻ്റെ 2 കണ്ണുകളിലും കൃഷ്ണമണി ഇല്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞത്. കൃഷ്ണമണിക്ക് പകരം 2 കണ്ണുകളിലും വെള്ള പുട മാത്രം. അതൊരു പിശാചാണെന്ന് കാർലോസ് തിരിച്ചറിഞ്ഞു. പിന്നെ പിന്നിലോട്ട് ശ്രദ്ധിക്കാതെ പാതയിലൂടെ അയാൾ വേദന സഹിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. പക്ഷേ ആ അസാധാരണ വിരൂപനായ വൃദ്ധൻ കാർലോസിനെ തൊട്ടു പിന്നാലെ പിന്തുടർന്നു. അസഹ്യമായ വേദന കാരണം പരിക്കേറ്റിരുന്ന കാർലോസിന് അതിവേഗത്തിൽ നടക്കാനായില്ല. എങ്കിലും അയാൾ പാതയിലൂടെ ചെക്ക് പോസ്റ്റ് ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. അയാളെ പിന്തുടർന്ന് ആ വിരൂപ വൃദ്ധനും. നടത്തത്തിൻ്റെ വേഗത തുടർന്ന കാർലോസ് കുറച്ചു ദൂരം എത്തിയപ്പോൾ കുറച്ചകലെയായി നേരത്തെ പുറപ്പെട്ട ചെക്ക് പോസ്റ്റ് കണ്ടു. അയാൾക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഇടയ്ക്കൊന്ന് കാർലോസ് പിന്നിലേക്ക് നടന്നു വന്ന പാതയിലേക്ക് നോക്കി. അപ്പോൾ അയാളെ പിന്തുടർന്നിരുന്ന വിരൂപ വൃദ്ധനെ അയാൾക്ക് കാണാൻ സാധിച്ചില്ല. അതെങ്ങോട്ടോ മറഞ്ഞിരിക്കുന്നു. കാർലോസിൻ്റെ ഉള്ളിൽ അല്പം ആശ്വാസത്തിൻ്റെ കണികകൾ രൂപപ്പെട്ടു. ചെക്ക് പോസ്റ്റിനടുത്ത് എത്തിയ കാർലോസ് കണ്ടത് തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന പോലീസ് വാഹനങ്ങളെയാണ്. എന്തോ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട പ്രതീതി. പാതകൾ ആളൊഴിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്നു. എവിടെയും ഒരു അരക്ഷിതാവസ്ഥ. അപ്പോഴാണ് പ്രധാന പാതയിൽ കൂടി കുറച്ച് അപൂർവ ഭീകര വിരൂപരായ മനുഷ്യക്കോലങ്ങൾ മെല്ലെ മെല്ലെ ഞൊണ്ടി ഞൊണ്ടി നടന്നു വരുന്നത് കാർലോസ് കണ്ടത്. അപ്പോഴാണ് നാട്ടിൽ വേറെയും നിരവധി വിരൂപരായ മനുഷ്യക്കോലങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് കാർലോസിന് മനസ്സിലായത്. ഇന്നലെ ചക്രവാളം അസ്തമിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു സാഹചര്യം ഉടലെടുത്തത്. എന്താണ്, എവിടുന്നാണ് ഇത് പ്രത്യക്ഷമായതെന്ന് എത്ര ആലോചിച്ചിട്ടും കാർലോസിന് ഒത്തും പിടിയും കിട്ടിയില്ല. ഞൊണ്ടി വരുന്ന വിരൂപ മനുഷ്യരൂപങ്ങൾ തൊട്ടടുത്ത് എത്തുന്നതിന് മുമ്പ് കാർലോസ് തൻ്റെ ബംഗ്ലാവ് ലക്ഷ്യമാക്കി ആ ഇരുട്ടിൽ പ്രധാന പാതയിൽ കൂടി മുന്നോട്ട് നടന്ന് അല്പം വേഗതയിൽ നടന്നതിനാൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ ബംഗ്ലാവിനടുത്ത് എത്താൻ സാധിച്ചു. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും കാർലോസ് അവശനായിരുന്നു. മുറിവുകളിൽ നിന്നും ഒത്തിരി രക്തം പുറത്തേക്ക് പോയിരുന്നു. ബംഗ്ലാവിന് മുറ്റത്തെ പൂന്തോട്ടത്തിനടുത്തുള്ള പൈപ്പ് തുറന്ന് അയാൾ അല്പം വെള്ളം കുടിച്ചു. അതിനുശേഷം കാർലോസ് വെള്ളമെടുത്ത് തലയിലൊഴിച്ചു. ശാരീരികമായി നല്ല അവശതയിലായിരുന്നു അയാൾ. അപ്പോൾ ബംഗ്ലാവിൻ്റെ മുൻവശത്തെ കവാടം
മലർക്കെ തുറന്നിട്ടിരിക്കുന്നതാണ് കാർലോസ് അപ്പോൾ കാണുന്നത്. അയാളൊന്ന് പകച്ചു. ഈ അവസ്ഥയിൽ ആരാ ഇങ്ങനെ മലർക്കെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? കാർലോസിന്റെ കണ്ണുകളിൽ അന്താളിപ്പ് പടർന്നു. പെട്ടെന്ന് തന്നെ അയാൾ ബംഗ്ലാവിലേക്ക് കടന്നു. ശൂന്യമായി കിടക്കുന്ന ബംഗ്ലാവ്. അകത്ത് മൂകത മാത്രം. അകത്ത് വിളക്കുകൾ കത്തുന്നുണ്ട്, പക്ഷേ ആളനക്കം കാണുന്നില്ല. സൂസൻ, സൂസൻ! അയാൾ ഉച്ചത്തിൽ വിളിച്ചു. പക്ഷേ മറുപടിയില്ല. സൂസൻ! കാർലോസ് വീണ്ടും ഒന്നുകൂടി ശബ്ദമെടുത്തു വിളിച്ചു. അപ്പോഴും തിരിച്ച് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. നടുത്തളത്തിലെത്തിയ കാർലോസ് മുകൾ നിലയിലേക്ക് ഗോവണിപ്പടികൾ ചവിട്ടി ചുവടുകൾ വെച്ചു. മരത്തടിയിൽ തീർത്ത ഗോവണിപ്പടിയിൽ ചുവട് വയ്ക്കുമ്പോൾ വല്ലാത്തൊരു ഉരണ്ട ശബ്ദം അവിടെ നേലിച്ചു. മുകളിലെത്തിയ കാർലോസ് അവിടെ വാതിൽ തുറന്നിട്ട ഒരു മുറിയിൽ മെല്ലെ ഏന്തി നോക്കി. അവിടെ കട്ടിലിൽ മലർന്ന് കിടക്കുന്ന മമ്മിയെ കണ്ടു കാർലോസ്. അപ്പോൾ അയാൾക്ക് അല്പം ആശ്വാസമായി. അയാൾ ഉച്ചത്തിൽ വിളിച്ചു, ഡിയർ മമ്മി. കാർലോസ് സന്തോഷത്തോടെ വേഗം മമ്മിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. പക്ഷേ മമ്മി അയാളുടെ ആ വിളി കേട്ടില്ല. അവർ അനക്കമില്ലാതെ കട്ടിലിൽ ചെരിഞ്ഞു കിടക്കുകയാണ്. വിളിച്ചിട്ടും ഉണരാത്തത് കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി കാർലോസിന്. അയാൾ പരിഭ്രമത്തോടെ മെല്ലെ മമ്മിയുടെ പുറത്ത് തട്ടി ഉണർത്താൻ ശ്രമിച്ചു. മമ്മി, ഇത് ഞാനാണ്, കാർലോസ്. അയാൾ അത് പറഞ്ഞുകൊണ്ട് അവരുടെ ദേഹത്ത് സ്പർശിച്ചതും അവർ പെട്ടെന്ന് ക്രോധഭാവത്തോടെ കാർലോസിന് നേരെ ചീറിയടുത്തതും ഒരുമിച്ചായിരുന്നു. അയാൾ അവരിൽ നിന്നും അപ്പോൾ തന്നെ കുതറി മാറി. പെട്ടെന്നുള്ള മമ്മിയുടെ ശൂരപരാക്രമണത്തിൽ കാർലോസ് ഞെട്ടിത്തെരിച്ചു. അവരുടെ ശരീരം മുഴുവൻ പ്രത്യേക തരത്തിൽ ഭീകരരൂപമായി മാറിയിരുന്നു. അപ്പോൾ കണ്ണിലെ കൃഷ്ണമണിക്ക് പകരം വെളുത്ത പുട മാത്രം. അവരുടെ മുഖത്തും ചുണ്ടിലും രക്തം പുരണ്ടിരുന്നു. വല്ലാത്ത ഭീകരമായ പൈശാചികമായ കോലം. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? കാർലോസ് ആകെ അന്താളിപ്പിലായി. അയാൾ തരിച്ചു നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു പോലീസ് കാർലോസിനോട് വിളിച്ചു കൂവിയത്, സ്നേഹിത, അവർക്കടുത്തേക്ക് പോകരുത്. കുറച്ചു മുമ്പ് വിരൂപികളാൽ കൊല്ലപ്പെട്ട സ്ത്രീയാണത്. അതിപ്പോൾ പിശാചായി പുനർജനിച്ചിരിക്കുകയാണ്. അടുത്തേക്ക് പോകല്ലേ. ഏതോ ഭീകര സ്വത്തങ്ങൾ വന്ന് അവരെ കൊന്നതായിരുന്നു. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചിലയിടങ്ങളിൽ അത്തരം സ്വത്തം പ്രത്യക്ഷപ്പെടുന്നതായി പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൂക്ഷിക്കണം. ആ പോലീസുകാരൻ താക്കീത് ചെയ്തുകൊണ്ട് മുന്നിലുള്ള കാർലോസിനെ മുന്നിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ടയാൾ കയ്യിലുള്ള തോക്കെടുത്ത് മമ്മിയുടെ നേർക്ക് ചൂണ്ടി. അത് കണ്ട് പരിഭ്രമിച്ച കാർലോസ് ആ പോലീസുകാരനെ തടഞ്ഞുകൊണ്ട് കവചം തീർത്തു. വേണ്ട സർ, എൻ്റെ മമ്മിയെ കൊല്ലരുത്, പ്ലീസ്. അയാൾ പോലീസിന് മുമ്പിൽ അലറിക്കരഞ്ഞു. പക്ഷേ അതിനിടയിൽ മമ്മി കാർലോസിനു നേരെ കുതിച്ചെടുത്തു. എന്നിട്ടവർ അവരുടെ കൈകൾ കാർലോസിൻ്റെ കഴുത്തിൽ പിടിച്ചു ഞെരുക്കി. അവരുടെ കൈകളിലെ നഖങ്ങൾ അപ്പോൾ കൂർത്തുവരാൻ തുടങ്ങി. മൂർച്ചയേറിയ ആ നഖങ്ങൾ അവർ കാർലോസിൻ്റെ കഴുത്തിൽ ആഞ്ഞിറക്കി. അയാൾ വേദന കൊണ്ട് പിടഞ്ഞു നിലവിളിച്ചു. അത് കണ്ട് പോലീസുകാരൻ പരിഭ്രാന്തനായി. കാർലോസിനെ അവർ
ആക്രമിച്ച് കൊലപ്പെടുത്തുമെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പിന്നെ ഒരു നിമിഷം അമാന്തിച്ചില്ല. അവരുടെ നെറ്റിയിൽ തന്നെ ഷൂട്ട് ചെയ്തു. വലിയ പൊട്ടിത്തെറി ശബ്ദത്തോടെ വെടിയുണ്ടകൾ അവരുടെ തലയിൽ തുളച്ചു കയറി. വെടിയുണ്ടയുടെ ശബ്ദത്തോടൊപ്പം കാർലോസിൻ്റെ നിലവിളി ശബ്ദവും ഒപ്പമുയർന്നു. മമ്മി! അയാൾ കൈകൾ രണ്ടും തലയിൽ ചേർത്തു വെച്ചു പൊട്ടിക്കരഞ്ഞു. ഒരു ഇടിവെട്ടിയ പോലെ മമ്മിയുടെ വിരൂപ ശരീരം അവിടെ തറയിൽ മലർന്നിടിച്ചു വീണു. രക്തത്തിൽ കുതിർന്നു വീണ് കിടക്കുന്ന മമ്മിയെ നോക്കി കാർലോസ് തേങ്ങിക്കരഞ്ഞു. അയാളെ ആശ്വസിപ്പിക്കാനെന്നോണം പിന്നിൽ നിന്നും കാർലോസിൻ്റെ തോളിൽ പോലീസിൻ്റെ കരങ്ങൾ വന്നു വീണു. അതൊരു ആശ്വാസത്തിൻ്റെ കരങ്ങളായിരുന്നു. ആ കരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാർലോസ് വിതുമ്പി. അർദ്ധരാത്രി പിന്നിട്ട സമയം 3 മണിയിലേക്ക് പ്രവേശിച്ചു. കാർലോസിനെയും കൂട്ടി പോലീസ് ജീപ്പ് സിറ്റിയിലേക്ക് നീങ്ങി. സുരക്ഷിതമായ സ്ഥലം ഈ സന്ദർഭത്തിൽ പോലീസ് സ്റ്റേഷൻ തന്നെയാണെന്ന് പോലീസ് കാർലോസിനോട് പറഞ്ഞു. അതിനിടയിൽ അയാൾ തൻ്റെ ഭാര്യ സൂസനെ കുറിച്ച് തിരക്കി. സൂസൻ എവിടെ? അവൾക്ക് എന്തെങ്കിലും അപകടമുണ്ടായോ? സൂസനെ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ നിരാശ കാർലോസ് പങ്കുവച്ചു. നിങ്ങൾ ഭയപ്പെടേണ്ട, അവർക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പോലീസുകാരൻ കാർലോസിനെ സമാധാനിപ്പിച്ചു. പോലീസ് ജീപ്പ് കുതിച്ചു പാഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ മറ്റു പോലീസ് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശൂന്യമായി കിടക്കുന്ന പോലീസ് സ്റ്റേഷൻ. പോലീസ് ഉദ്യോഗസ്ഥൻ കാർലോസിനെയും കൂട്ടി സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവർ അവിടെ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. ആ സ്റ്റേഷനിലെ ലോക്കപ്പിലുള്ള ഒരു ജയിൽ പുള്ളിയെ, വിരൂപ നരഭോജിയെപ്പോലെ തോന്നിക്കുന്ന ഒരു വികൃത ക്രോധ മനുഷ്യരൂപം കടിച്ചു കീറി ചോര കുടിക്കുന്നു. അവരത് കണ്ട് നടുങ്ങി. അവരുടെ കാൽപെരുമാറ്റം ശ്രദ്ധിച്ച ആ ഭീകര സ്വത്വം അവരെ രണ്ടുപേരെയും മുഖം തിരിച്ചു നോക്കി. അളിഞ്ഞ മാംസപിണ്ഡം മുഖത്ത് അറ്റുതൂകുന്ന അതിൻ്റെ കോലം ആരെയും ഒന്ന് പേടിപ്പെടുത്തും. അത്രയ്ക്ക് ഭീതിതമായ വിരൂപ കോലം. പോലീസ് ഉടനെ തന്നെ തൻ്റെ കയ്യിലുള്ള തോക്ക് ആ വിരൂപ ഭീകര സ്വത്വത്തിന് നേർക്ക് ചൂണ്ടിപ്പിടിച്ചു. ആ ഭീകര വിരൂപ സ്വത്വത്തെ കണ്ട അന്താളിപ്പിൽ കാർലോസിൻ്റെ പകുതി ജീവൻ നഷ്ടപ്പെട്ട പോലെയായി. അയാൾ പതുക്കെ പോലീസിൻ്റെ തൊട്ടു പിന്നിലായി പേടിച്ചുകൊണ്ട് നിലയുറപ്പിച്ചു. രക്തം തുളുമ്പുന്ന കൊമ്പല്ലും പുറത്തേക്ക് തള്ളി. പെട്ടെന്ന് അത് അവരെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് കുതിച്ചു. അത് ഭീതിയോടെ കണ്ട പോലീസ് ജാഗരൂകരായി. പിന്നെ ഒട്ടും വൈകിച്ചില്ല. വേഗം തോക്കെടുത്ത് തൻ്റെ തോക്കിൽ നിന്നും വിരൂപ ഭീകര മനുഷ്യക്കോലത്തിനു നേർക്ക് വെടിയുതിർക്കാൻ തുടങ്ങി. രക്തവും മാംസപിണ്ഡവും ചിന്നിച്ചിതറി അവിടമാകെ ഒരു ചോരക്കളം തീർത്തു. ഒരലർച്ചയോടെ ആ ഭീകര സത്വം തറയിൽ നിലംപതിച്ചു. ആ സമയം അകലെ നിന്നും പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഞൊണ്ടി വരുന്ന സൂസനെ കാർലോസ് കണ്ടു. അവർക്ക് പിന്നാലെ നിഴൽ പോലെ ഏതോ അജ്ഞാത ഭീകര വിരൂപ മനുഷ്യക്കോലങ്ങൾ സൂസനൊപ്പം അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവശയായി ശരീരത്തിൽ പല ഭാഗത്തും മുറിവുകളും രക്തത്തുള്ളികളുമായി സൂസൻ വരുന്നത് കണ്ട കാർലോസ് ഞെട്ടിത്തെരിച്ചു. സൂസൻ! അയാൾ ഉറക്കെ വിളിച്ചു. സൂസനെ കടിച്ചു കീറാൻ അവർക്ക് പിന്നാലെ വരുന്ന വിരൂപകർക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അയാൾ പുറത്തേക്കോടി. അത് കണ്ട പോലീസ് അയാളെ പിന്നിൽ നിന്നും വിലക്കി.
ഹേയ്, നിൽക്കൂ, പോകരുത്, അപകടമാണ്, നിൽക്കാൻ. പോലീസ് സൂസന് നേരെ ഓടുന്ന കാർലോസിനെ പിന്തിരിപ്പിക്കാൻ ആവുന്നതും ശ്രമിച്ചു നോക്കി. പക്ഷേ അയാൾ അത് ചെവിക്കൊണ്ടില്ല. തൻ്റെ പ്രിയതമയെ രക്ഷപ്പെടുത്തണം എന്ന ഒറ്റ ചിന്ത മാത്രമേ അപ്പോൾ അയാളിൽ ഉണ്ടായിരുന്നുള്ളൂ. കാർലോസ് ഓടിച്ചെന്ന് സൂസനെ കവർന്നു. അയാൾ സൂസന്റെ കൈകളിൽ പിടിച്ചു വലിച്ചു. അവരെയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പ് സൂസൻ അവരുടെ കൈകൾ കൊണ്ട് കാർലോസിനെ വരിഞ്ഞു മുറുക്കി. കാർലോസിന് ആദ്യം ഒന്നും മനസ്സിലായില്ല. അതൊരു അപകടമായിരുന്നു. സൂസന്റെ കൈകളിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു മാറാൻ അയാൾക്കായില്ല. അപ്പോഴാണ് കാർലോസ് സൂസന്റെ മുഖം ശരിക്കും ശ്രദ്ധിച്ചത്. ആ മുഖത്തെ കണ്ണുകളിലെ കൃഷ്ണമണിക്ക് പകരം വെറും വെളുത്ത പുട മാത്രം. അയാൾ ഭീതിയോടെ കുതറി മാറാൻ ശ്രമിച്ചു. പക്ഷേ സൂസൻ അവർ കാർലോസിനെ ആ കൈകളിൽ വരിഞ്ഞു മുറുക്കി. കാർലോസിന് പിന്നെ ആ പിടുത്തത്തിൽ നിന്നും കുതറി മാറാനായില്ല. സൂസന്റെ കൈകളിലെ വിരലുകളിൽ നിന്നും കൂർത്ത നഖങ്ങൾ പുറത്തേക്ക് തള്ളി വരുന്നത് കാർലോസ് തിരിച്ചറിഞ്ഞു. അത് അയാളുടെ ശരീരത്തിലെ മാംസത്തിലേക്ക് തുളഞ്ഞു കയറി. കാർലോസ് ഭയന്നുകൊണ്ട് നിലവിളിച്ചു, സൂസൻ, ഇത് ഞാനാ, നിന്റെ ഇച്ഛായൻ, നിന്റെ സ്വന്തം ഇച്ഛായൻ. അയാൾ നിലവിളിച്ചു പറഞ്ഞു. പക്ഷേ അതൊന്നും കാതോർക്കാൻ സൂസൻ തയ്യാറായില്ല. അപ്പോഴേക്കും അവരുടെ ശരീരത്തിൽ പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. സൂസനിൽ പിന്നെ വിരൂപ ലക്ഷണങ്ങൾ പുറത്തേക്ക് വന്നു. അത് കണ്ടപ്പോൾ കാർലോസിന് ശരിക്കും വ്യക്തമായി, ഇത് തൻ്റെ പഴയ സൂസനല്ലെന്ന്. അവരിലെ മാറ്റം മെല്ലെ മെല്ലെ പ്രകടമാകുന്നത് കാർലോസ് തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. അയാൾക്ക് ഭയം ഇരിച്ചു കയറി. സൂസനിൽ നിന്നും പിടിവിട്ട് കിട്ടാൻ അയാൾ പലതവണ ശ്രമിച്ചു നോക്കി. പക്ഷേ അവരുടെ നീണ്ട കൂർത്ത നഖങ്ങളുള്ള കൈകളിൽ കിടന്ന് അയാൾക്ക് പിടയാനേ സാധിച്ചുള്ളൂ. അതിനിടയിൽ പോലീസ് വെടിയുതിർക്കാൻ പലതവണ ശ്രമിച്ചപ്പോഴും അതിന് തടസ്സമായി സൂസൻ കാർലോസിനെ കവചമാക്കി. അപ്പോഴേക്കും സൂസന് പിന്നിലായി ഞൊണ്ടി ഞൊണ്ടി വരുന്ന വികൃത വിരൂപ മനുഷ്യരൂപങ്ങൾ ക്രോധഭാവത്തോടെ സൂസൻ ബന്ദിയാക്കിയ കാർലോസിനെ പൊതിഞ്ഞു തുടങ്ങി. അതിൻ്റെ എല്ലാം കൂർത്ത നഖങ്ങളുള്ള കരങ്ങൾ കാർലോസിൻ്റെ ശരീരത്തിൽ പിടിമുറുക്കി. വിരൂപ കോലങ്ങൾക്കിടയിൽ നിന്നും സൂസൻ കാർലോസിൻ്റെ കഴുത്ത് കൊമ്പല്ലിറക്കി കടിച്ചു കീറി. അയാൾ വേദന കൊണ്ട് നിലവിളിച്ചു കരഞ്ഞു. നീട്ടിപ്പിടിച്ച തോക്കുമായി എന്തു ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുകയാണ് പോലീസ്. അപ്പോഴേക്കും പോലീസ് സ്റ്റേഷൻ മുറ്റത്തേക്ക് 2-3 വാഹനങ്ങളിലായി പോലീസുകാർ ഇരിച്ചെത്തി. കാർലോസിനെ കടിച്ചു കീറി ആ ശരീരത്തിൽ നിന്നും ചുടുരക്തം ഊറ്റിക്കുടിക്കുന്ന ഭീകര വിരൂപ മനുഷ്യക്കോലങ്ങളെയാണ് അവരവിടെ കണ്ടത്. അവർ ആ ഭീകരമായ കാഴ്ച കണ്ട് നടുങ്ങി. പിന്നെ ഒരു നിമിഷം അമാന്തിച്ചില്ല. അവറ്റകൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചു കമ്മീഷണർ. അടുത്ത നിമിഷം പോലീസ് മറ്റൊന്നും ആലോചിച്ചില്ല. നാലുപാടും ചുറ്റിലും നിന്ന് തോക്കുകളിൽ നിന്നും വെടിയുണ്ടകൾ തുരത്തിവിട്ടു. തോക്കുകൾ അവിടെ ഗർജന മുഴക്കി. തീയുണ്ടകൾ വിരൂപകർക്ക് നേരെ തീത്തുപ്പി. അത് അഗ്നിഗോളമായി ആ വിരൂപ സത്വങ്ങളെയും അവർക്കൊപ്പമുള്ള വിരൂപ മനുഷ്യക്കോലങ്ങളെയും തീനാളങ്ങൾ ഒന്നൊന്നായി വിഴുങ്ങി. അവറ്റകളുടെ
ഗർജനത്തോടെയുള്ള വിലാപമായ ആർത്തനാദം ഒരു ഇടിമുഴക്കം പോലെ ആ രാത്രിയിൽ അവിടമാകെ നിയലിച്ചു. ഡൊറോത്തി സിറ്റിയിൽ എല്ലായിടത്തും ജനങ്ങൾ തടിച്ചുകൂടി. ആ ഭീകര രാത്രി അവസാനിച്ചതിന് ശേഷം ഡൊറോത്തിയിൽ മാനം തെളിഞ്ഞു. ഒത്തിരി പേരുടെ മരണത്തിനിടയാക്കിയ ദാരുണമായ സംഭവം ആ കാളരാത്രിയുടെ ഭീകരമായ ഓർമ്മ പങ്കുവെച്ച് അവിടുത്തെ ജനങ്ങൾ, പത്രക്കാർ, മീഡിയകൾ തലങ്ങും വിലങ്ങും ഓടുകയാണ്. ആംബുലൻസും പോലീസ് വാഹനങ്ങളും പല ഭാഗത്തായി ചീറിപ്പായുന്നു. അപ്പോഴാണ് ഡൊറോത്തി സിറ്റിയിലെ ജനങ്ങൾ TV സ്ക്രീനിൻ്റെ മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുന്നത്. ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇന്നലെയുണ്ടായ ഭീകര രാത്രിയെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു ഹെഡ്ലൈൻ. ആ വാർത്തയ്ക്കായി ജനങ്ങൾ മിഴികൾ കൂർപ്പിച്ചു. ആകാംക്ഷയോടെയും ആവലാതിയോടെയും നിൽക്കുകയാണ് ജനങ്ങൾ. ഡൊറോത്തി ശാന്തമായിരിക്കുന്നു. ഇന്നലെ സായം സന്ധ്യയ്ക്ക് ശേഷം ഉണ്ടായ ഒരു പ്രത്യേക വൈറസിൻ്റെ വ്യാപനം മനുഷ്യരിലേക്ക് പടർന്ന് നിരവധി വിചിത്ര വിരൂപ മനുഷ്യക്കോലങ്ങളും രൂപങ്ങളും പ്രത്യക്ഷമാവുകയും നിരവധി പേരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇരുട്ടിനെ മറയാക്കിയായിരുന്നു ക്രൂരമായ കൊലപാതകം. കൊലയ്ക്ക് ശേഷം മനുഷ്യരക്തം ഊറ്റിക്കുടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭീകര ക്രോധരൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വികൃത വിരൂപ കോലങ്ങൾ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി. ന്യൂസ് ഡെസ്കിൽ നിന്നും അവതാരികയുടെ വായന. ഭീതിയോടെ കേട്ടുകൊണ്ടിരുന്ന തടിച്ചുകൂടിയ ജനങ്ങളിൽ ആ സമയവും ഭീതിതമായ ഭയം തളം കെട്ടിയിരുന്നു. ഞാൻ ലൂസിഫർ. ന്യൂ ഏഞ്ചസിൽ നിന്നും നൈറ്റ് എഡിഷൻ വാർത്ത. അവർ ഹെഡ്ലൈൻ വീണ്ടും തുടരുന്നതിനിടയിൽ പെട്ടെന്നാണ് അവരുടെ ന്യൂസ് റൂമിൽ നിന്നും എന്തോ ഒരു പുക പോലെ ആവി ഉറഞ്ഞു പൊന്തുന്നത് ആ സ്ക്രീനിൽ തെളിഞ്ഞത്. പെട്ടെന്നുള്ള സ്ക്രീനിലെ പുകപടലം അപ്പോഴാണ് ജനങ്ങൾ ശ്രദ്ധിച്ചത്. ആദ്യം വിചാരിച്ചു അത് ഫയർ ആയതാണെന്ന്. ജനങ്ങൾക്ക് അതെന്താണെന്നറിയാനുള്ള താല്പര്യം കാരണം ആ സ്ക്രീനിൽ തന്നെ അവർ കൗതുകത്തോടെയും അമ്പരപ്പോടെയും നോക്കി നിന്നു. ആ സമയം ന്യൂസ് റൂമിലെ ഡെസ്കിലിരുന്ന് വാർത്ത വായിക്കുന്ന ലൂസിഫറിൻ്റെ പിന്നിലേക്ക് രക്തം തുളുമ്പുന്ന കൂർത്ത നഖങ്ങളുള്ള നീണ്ട ഒരു കൈ ഇഴഞ്ഞു വന്ന് അത് അവരറിയാതെ ലൂസിഫറിൻ്റെ കഴുത്തിൽ ചൂഴ്ന്നിറങ്ങി. അതിനുശേഷം ആ കൈകൾ അവരെ വലിഞ്ഞു മുറുക്കി. അവർ പെട്ടെന്ന് വാർത്ത വായിക്കുന്നതിനിടയിൽ ഞെട്ടിത്തെരിച്ച് പിന്നിലേക്ക് നോക്കി. അപ്പോൾ കണ്ട കാഴ്ചയിൽ ലൂസിഫർ നടുങ്ങി. അവരുടെ കണ്ണുകൾ തുറിച്ച് അവർ പരിസരം മറന്ന് നിലവിളിച്ചു. ഡൊറോത്തി സിറ്റിയിൽ നിന്നും ആ രംഗം സ്ക്രീനിൽ കണ്ട ജനങ്ങൾ അമ്പരപ്പോടെ ഞെട്ടിവിറച്ചു. ഭീതിപ്പെടുത്തിയ കാഴ്ച. ലൂസിഫറിനെ ആ വിരൂപ ഭീകര സത്വം കഴുത്തിൽ കൂർത്ത നഖങ്ങളിറക്കി ചങ്ക് പിളർത്തുന്ന
പൈശാചികമായ കാഴ്ച. ആ കാഴ്ച ലൈവായി സ്ക്രീനിൽ കാണുന്ന ജനങ്ങൾ അന്താളിച്ചു. ഭയപ്പെടുത്തുന്ന ആ കാഴ്ച കണ്ട് ദൊറോത്തിയിലെ ജനങ്ങൾ നടുങ്ങി. ന്യൂ ഏഞ്ചസിൽ അപ്പോൾ ഇരുണ്ട രാത്രി ആരംഭിച്ചിരുന്നു.